ആദ്യം തൊട്ടേ പ്രതിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്, ഖജനാവ് ഈ പൂച്ച പറ്റി കിടക്കുകയാണ്, ഇപ്പോൾ അടച്ചുപൂട്ടും. എത്ര പ്രാവശ്യം അടച്ചുപൂട്ടി എന്ന് പറഞ്ഞു? ഞാനൊരു സന്തോഷത്തോടെ കാര്യം പറയട്ടെ, പത്രക്കാർക്കുൾപ്പെടെ, അതായത് മീഡിയയ്ക്കുൾപ്പെടെ മുഴുവൻ ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ അവരുടെ പഴയ കടവും കുടിശ്ശികയും എത്രയോ വർഷങ്ങളായിട്ടുള്ളത് കൊടുത്തു തീർത്തത് ഞങ്ങളാണ്. വളരെ ഇനി അത് മൊത്തം കൊടുത്തു തീർക്കുന്നില്ല, എക്സ്ട്രാ പണം കൊടുത്തു. കാരണം എന്താ, ഞങ്ങളെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരുണ്ടാവും മീഡിയയിൽ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മീഡിയ പ്രവർത്തനം പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയോ കേസെടുക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ മീഡിയ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉൾപ്പെടെയുള്ള ആളുകളുടെ ജനാധിപത്യത്തിൽ വേണം. പ്രതിപക്ഷം നമ്മളെ വിമർശിക്കും, നമ്മൾ പ്രതിപക്ഷത്തെ വിമർശിക്കും രാഷ്ട്രീയമായി, ഇതെല്ലാം ഉണ്ടാവും. പത്രങ്ങൾ അതുപോലെ ചെയ്യും. അതുകൊണ്ട് അവരെ ദുർബലപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് മീഡിയയ്ക്ക് കൊടുക്കാനുള്ള ആകെ പിന്നെ എല്ലാ മീഡിയയ്ക്കും കൊടുക്കാനുള്ള പണം ഉൾപ്പെടെ വലിയൊരു തുക സർക്കാരിൽ നിന്ന് തന്നെയാണ് അവരുടെ വരുമാനത്തിൽ വരുന്നത്. കാരണം പരസ്യങ്ങളും മറ്റുമൊക്കെയാണ് PRD വഴി അതെല്ലാം കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ്. അത് ഏകദേശം നന്നായി ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള സന്തോഷമാണുള്ളത്. അത് പക്ഷേ വലിയ സ്ട്രഗിളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനൊരു കാര്യം കൂടി വന്നത്. ആ ബുദ്ധിമുട്ട് നേരിട്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. കേരളം എന്തായാലും എല്ലാവരുടെയും കേരളമായി വളരെ വലിയ മുന്നേറ്റത്തിലേക്ക് പോകും. അതിനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറും സെക്ടറിനായി അവനവൻ്റെ കാര്യം മാത്രമല്ല.